ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമെല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ എത്ര രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യവും ദൈവം വളരെ നിസ്സാരമായിട്ട് അറിയുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നഗ്നവും മലർന്നതുമായി ദൈവത്തിൻ്റെ മുമ്പിൽ സകലതും കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മറയ്ക്കാനൊന്നുമില്ല. ഒരു കുഞ്ഞു കൊച്ച് അതിൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ കിടക്കുന്നത് പോലെ സകലതും ദൈവത്തിൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. മറയ്ക്കാനൊന്നുമില്ല, മറയ്ക്കാനും പറ്റത്തില്ല. POC ബൈബിളിൽ ഈ വാക്യം വളരെ മനോഹരമായിട്ട് എഴുതിയേക്കുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ടുണ്ട്. നമുക്ക് കാര്യമുള്ളതെന്ന് എഴുതിയേക്കുന്നത് എന്നാ കാര്യം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അവിടെ POC ബൈബിളിൽ എഴുതിയേക്കുന്നു, അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിലാണ് സകലതും അനാവൃതവും വ്യക്തവും. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. എത്ര കറക്റ്റായിട്ട് അത് എഴുതിയിരിക്കുന്നത്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടത് നമുക്ക് കാര്യമുള്ളതെന്നാണ് സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നത്. പക്ഷേ POCയിൽ എഴുതിയേക്കുന്നു നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അതായത് ആരും അറിഞ്ഞില്ല എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് പോയ കാര്യത്തിനും അവിടുത്തെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കണം. അതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ദൈവം എല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടി എന്താണെന്നൊക്കെ നമുക്ക് നോക്കണം. കൊളോസി ലേഖനത്തിൽ വന്നേ. കൊളോസി ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് ഇങ്ങനെ വായിക്കാം. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞത്. 15 തൊട്ട് വായിക്കാം. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും സകല സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദൃശ്യവുമായ സകലവും, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എല്ലാം തന്നെ ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ഇതിൽ ദൃശ്യവും അദൃശ്യവുമായ സകലവും എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൃശ്യവും അദൃശ്യവുമായ സകലതും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, അദൃശ്യ കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അദൃശ്യ കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തറിയാം? നമ്മൾ ദൈവവചനം സത്യസന്ധമായി പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൃശ്യമായ കാര്യങ്ങളെക്കാൾ ഒത്തിരി അധികം അദൃശ്യമായ കാര്യങ്ങളുണ്ട്. അദൃശ്യ ലോകമുണ്ട്. ദൈവം അദൃശ്യനാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ അദൃശ്യനാണ്. സാത്താൻ അദൃശ്യനാണ്. സാത്താൻ്റെ ദൂതന്മാരും ഭൂതങ്ങളും അദൃശ്യമാണ്. അവരുടെ പ്രവൃത്തികൾ അദൃശ്യമാണ്. കെട്ടുകൾ അദൃശ്യമാണ്. ബന്ധനങ്ങൾ അദൃശ്യമാണ്. പൈശാചിക ബന്ധനം എന്നൊന്നും പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാവുന്നിടത്തല്ലത്. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ അദൃശ്യമായ കാര്യങ്ങളുമുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായ അദൃശ്യ കാര്യങ്ങളും ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. വായു, കാറ്റ്, ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വായു, കാറ്റൊക്കെ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കിയാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ കാണാൻ പറ്റുമോ? അല്ല. കണ്ണുകൊണ്ട് കാണാവുന്ന എന്നെ നിർത്തിയിരിക്കുന്നത് കാണാൻ പറ്റാത്ത വായു അല്ലെങ്കിൽ കാറ്റ് ഉപയോഗിച്ചാണ്. എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എന്നെ നിർത്തിയിരിക്കുന്നത് കാണാൻ പറ്റാത്ത വായു അല്ലെ കാറ്റ് ഉപയോഗിച്ചാണ്. പക്ഷേ ഈ കാറ്റിനെയും വായുവിനെയും കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ കാണാം, എൻ്റെ പ്രവൃത്തി കാണാം. പക്ഷേ എന്നെ നിർത്തിയിരിക്കുന്ന കാറ്റിനെയോ എന്നെ നിർത്തിയിരിക്കുന്ന വായുവിനെയോ എന്നെ നിർത്തിയിരിക്കുന്ന ജീവനെയോ എനിക്ക് കാണത്തില്ല. അപ്പോൾ എൻ്റെ ശരീരത്തിൽ തന്നെ
അദൃശ്യ കാര്യങ്ങൾ എന്തേരെയുണ്ട്? ഇവിടെ പറയുക, കൊളോസ്യ ലേഖനത്തിൽ പറയുക, ദൃശ്യവും അദൃശ്യവുമായത് സകലതും. എൻ്റെ മാംസശരീരം ഇവിടെ നിൽക്കണമെങ്കിൽ അതിന് പോലും അദൃശ്യമായ കാര്യങ്ങൾ വേണം. അതായത് ഇനിയിപ്പോൾ ഞാൻ മരിച്ചെന്ന് വെച്ചോ, എൻ്റെ ജീവൻ അങ്ങ് ഇറങ്ങിപ്പോയി, അതിനെ വല്ലവർക്കും കാണാൻ പറ്റുമോ? കാണാൻ പറ്റിയല്ല. ശരീരം താഴെ കിടപ്പുണ്ട്, അത് കാണാം. പക്ഷേ താഴെ കിടക്കുന്ന ശരീരത്തിന് ഒന്നും ചെയ്യാനും പറ്റിയല്ല. നാട്ടുകാരെന്നാ പറയും? അവൻ്റെ കാറ്റ് പോയെന്ന് പറയും. കാറ്റ് പോയെന്ന് പറയും. അത് ചുമ്മാ പറയുന്നൊന്നുമല്ല. നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് ചില സംസാരങ്ങൾ ഇറങ്ങി വന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി സംസാരിക്കുമ്പോൾ കാറ്റുപോയെന്ന് പറയുന്നതിലും മരിച്ചുപോയെന്ന് ആധികാരികമായിട്ട് പറയുന്ന ആളുകൾക്കിഷ്ടം. പക്ഷേ കാറ്റുപോയെന്നുള്ളത് കറക്റ്റാണ്. അവൻ്റെ കാറ്റുപോയി എന്ന് പറഞ്ഞാൽ അവനെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ആ വായു, ശ്വാസം അവൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരം ഇങ്ങനെയുണ്ട്: എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അതായത് ദൃശ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അദൃശ്യമായ കാര്യങ്ങൾ വേണം. ഒരു വൃക്ഷം വളരണമെങ്കിൽ, വൃക്ഷം തളിർക്കണമെങ്കിൽ, വൃക്ഷം പൂക്കണമെങ്കിൽ, വൃക്ഷം കായ്ക്കണമെങ്കിൽ, ആ ഫലം ഫലമാകണമെങ്കിൽ അദൃശ്യമായ ജീവൻ അതിന് വേണം. അതിൻ്റെ ഭക്ഷണം അദൃശ്യമാണ്, അത് സ്വീകരിക്കുന്ന രീതികൾ അദൃശ്യമാണ്, അത് ശ്വസിക്കുന്നത് അദൃശ്യമാണ്. വൃക്ഷം ശ്വസിക്കുന്നുണ്ട്. വൃക്ഷം കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വസിച്ച് ഓക്സിജനെ വിടുന്നുണ്ടെന്ന് പറഞ്ഞാലും അതും അദൃശ്യമാണ്. അപ്പം നോക്കിക്കേ, ഭൂമിയിലുള്ള ദൃശ്യമായ കാര്യങ്ങളുടെ ആയിരക്കണക്കിനിരട്ടി അദൃശ്യമായ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാം: കാണുന്നതിനെ ചലിപ്പിക്കാൻ അദൃശ്യമായത് ഉണ്ട്. അല്ലെങ്കിൽ അദൃശ്യ കാര്യങ്ങളെ എന്തിനുണ്ടാക്കി എന്ന് ചോദിച്ചാൽ, കാണാത്ത കാര്യങ്ങളെ എന്തിനുണ്ടാക്കി എന്ന് ചോദിച്ചാൽ, കാണുന്ന കാര്യങ്ങളെ ചലിപ്പിക്കാൻ ഇതുണ്ടാക്കി. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വായു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുക വായു വലിയ വിലയുള്ളൊന്നുമല്ല, ഇത് വലിക്കുന്നതോ എടുക്കുന്നതോ വിടുന്നതോ ഒന്നും ഞാൻ അറിയുന്നില്ല. ഡോക്ടർമാർ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലേ വല്ല ശ്വാസം മുട്ടലും വരുമ്പോഴാണ് ചിന്തിക്കുന്നത്. ഇപ്പം നല്ല വിലയുള്ള സാധനമാണ് മനുഷ്യൻ നോക്കുമ്പോൾ സ്വർണം, അല്ലെ വെള്ളി, അല്ലെ രത്നം. ഇത് വായുവിന് പകരം കിട്ടിയാൽ വലിച്ചു കയറ്റാൻ പറ്റുമോ? വലിച്ചു കയറ്റാൻ പറ്റിയല്ല. അപ്പോൾ ഈ അദൃശ്യമായതിൻ്റെ ഇതിനെക്കുറിച്ച് പോലും മനുഷ്യന് കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ പിന്നെ ഈ അദൃശ്യമായതിനെ ഉണ്ടാക്കിയവനെക്കുറിച്ച് മനുഷ്യന് വല്ലതും അറിയാവോ? ഈ വായു ഇങ്ങോട്ട് വലിച്ചു കയറ്റി കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നെന്ന് ശാസ്ത്രം പറയുന്ന കുറച്ച് കാര്യങ്ങളല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. അല്ലേ നമുക്ക് വല്ലതും അറിയാൻ പറ്റുമോ? ഇനി ഈ വായുവിനകത്ത് തന്നെ ഓക്സിജനുണ്ട്, നൈട്രജനുണ്ട്, ഹൈഡ്രജനുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ വാതകങ്ങൾ കാണാൻ പറ്റാത്തതുണ്ട്. തീപ്പെട്ടി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഇത് ഒരച്ച കത്തണമെങ്കിലുണ്ടല്ലോ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലാത്തടത്ത് തീപ്പെട്ടി ഒരച്ചാൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ, ഇത് കത്തില്ല. അതുകൊണ്ട് ഈ ഓക്സിജൻ എൻ്റെ ഉള്ളിൽ വന്നാൽ തീപ്പെട്ടി കത്തിച്ചാൽ ചൂട് പിടിക്കും, തീ ഉണ്ടാകും, ചൂട് പിടിക്കും. ഇത് കത്തണമെങ്കിൽ ഓക്സിജൻ വേണം. ഇതേ ഓക്സിജൻ എൻ്റെ ഉള്ളിൽ വന്നാൽ എൻ്റെ ഉള്ളിൽ തീ പിടിക്കും. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ശ്വസിക്കുന്നു, നമ്മൾ ജോലി എടുക്കുന്നു, നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു, കറങ്ങുന്നവർ കറങ്ങുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും ചില അദൃശ്യമായ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഈ ഓക്സിജൻ അകത്ത് കയറി എൻ്റെ ഉള്ളിൽ വലിയ തീ കത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തു സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും സകല സൃഷ്ടികൾക്കും ആദ്യജാതനാകുന്നു. എന്നിട്ട് എഴുതിയേക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലുള്ള ദൃശ്യവും അദൃശ്യവുമായ സകലതും സിംഹാസനങ്ങളാണേലും കർത്തൃത്വങ്ങളാണേലും വാഴ്ചകളാണേലും അധികാരങ്ങളാണേലും എല്ലാം തന്നെ ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനുമായി നിർമ്മിച്ചു. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഒന്നും അദൃശ്യമായിരിക്കുന്നില്ല. ഈ കണ്ണുകൊണ്ട് കാണാൻ മേലാത്തത് പോലും ദൈവത്തിൻ്റെ മുമ്പിൽ ദൃശ്യമാണ്. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ അവനോടാണ് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടെന്നാണ് POC ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം അധികമായി മനസ്സിലാക്കി വെച്ചോണം. ദൃശ്യമായതിലധികം കാര്യങ്ങൾ അദൃശ്യമായതുണ്ട്. ദൃശ്യമായതിനെ ചലിപ്പിക്കുന്നത് അദൃശ്യമായവ, ദൃശ്യമായതിനെ വളർത്തുന്നതും ഒക്കെ അദൃശ്യ കാര്യങ്ങളാണ്. ദൃശ്യമായതിനെ കെട്ടുന്നതും ദൃശ്യമായതിനെ കെട്ടിയത് അഴിക്കുന്നതും ഒക്കെ അദൃശ്യ മേഖലയിലാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. എൻ്റെ നിങ്ങളുടെയും വിവിധങ്ങളായ പ്രശ്നമായിട്ട് നമ്മൾ വെളിയിൽ കണ്ടെങ്കിലും
അതിൻ്റെ പുറകിൽ ഒരു കെട്ടുണ്ട്, ഒരു ബന്ധനമുണ്ട്, ഒരു തടസ്സപ്പെടുത്തലുണ്ട്. അത് അദൃശ്യ മേഖലയിലാണ് നടക്കുന്നത്. ഈ അദൃശ്യ മേഖല, അത് നേരായ അദൃശ്യ മേഖലയുണ്ട്, തെറ്റായ അദൃശ്യ മേഖലയുണ്ട്. ഈ നേരായ അദൃശ്യ മേഖല ജീവനുള്ളതിനെ അല്ലെ ദൃശ്യമായതിനെ ചലിപ്പിക്കാനുള്ളതാണ്. എന്നാൽ അവിടെ പണിയെടുക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതും ഈ അദൃശ്യ മേഖലയും തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ദൃശ്യവും അദൃശ്യവുമായത് എല്ലാം അവൻ സൃഷ്ടിച്ചതുകൊണ്ട് അവൻ ഇതെല്ലാം മറഞ്ഞിരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമാണ്. നമുക്കറിയാവുന്നതിൻ്റെ കോടാനുകോടി ഇരട്ടി കാര്യങ്ങൾ ദൈവത്തിന് നിസ്സാരമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ മുമ്പിൽ എല്ലാം ദൃശ്യവും അദൃശ്യവും ദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവിടുത്തോട് ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടത് കൊണ്ട് ഇത് സകലതും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, എന്നെയും ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിലെ ക്രിയകളിലൂടെ കാണാൻ പറ്റുന്ന മേഖലയിലെ പ്രശ്നങ്ങളുടെ പുറകിലുള്ള സകല ആത്മീക അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത അദൃശ്യമായ വിഷയങ്ങളും പരിഹരിക്കാൻ ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, വിടുവിക്കണം. അവർ സമൃദ്ധമായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ കരുണയും കരുതലും ഇറങ്ങി വരണം. അവർ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ഇടയാക്കണം. തിരുക്കരങ്ങളിലേൽപ്പിച്ചും പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.